ഹലോ ഗൈസ്. അസൂസിൻ്റെ ടഫ് ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും വൈഫൈയുടെ ഐക്കൺ ഡിസപ്പിയർ ആയി പോകുന്ന ഒരു ഇഷ്യൂ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. കാരണം ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വെച്ച് വൈഫൈ ഡിസ്കണക്റ്റ് ആയി പോകും. ചെക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലോ വൈഫൈ എല്ലാം ഉണ്ട്, പക്ഷെ നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ആ ഒരു സിസ്റ്റം ട്രേയിൽ നിന്ന് വൈഫൈൻ്റെ കണക്ടിവിറ്റി ഓപ്ഷനേ മൊത്തത്തിൽ പോവും. അത് നമുക്ക് പിന്നെ വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഒരു വഴിയുമില്ല. അപ്പോൾ ആകെ ആ ഒരു സമയത്തുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കണം. റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴോ ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴോ ഒരു 2-3 തവണ ചിലപ്പോൾ ഷട്ട് ഡൗൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും അത് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അസൂസിൻ്റെ സപ്പോർട്ട് ഒരു കമ്മ്യൂണിറ്റി പേജ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോരുത്തരിങ്ങനെ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും പിന്നെ അതിൻ്റെ പോസിബിൾ സൊല്യൂഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് കുറേ പേര് പറയുന്നു അത് മീഡിയ ടെക്കിൻ്റെ ഡ്രൈവർ ഇഷ്യൂസാണ്. പിന്നെ കുറേ പേര് പറയുന്നു അത് വിൻഡോസും ഡ്രൈവറുമായിട്ടുള്ള കമ്പാറ്റബിലിറ്റി ഇഷ്യൂസാണ്. അപ്പോൾ കുറേ ഇങ്ങനെ പോസ്റ്റുകൾ കണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പോസിബിൾ സൊല്യൂഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് പവർ ഫ്ലഷ് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ പവർ ബട്ടൺ ഒരു 10 സെക്കൻഡ്സ് പ്രസ് ചെയ്യുന്ന സമയത്ത് അതായത് തനിയെ ഓഫായിട്ട്, അതായത് മൊത്തം പവർ ഫ്ലഷ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കും. നമ്മളെ ബാറ്ററി ഈവൻ ചാർജർ കണക്റ്റഡ് ആണെങ്കിൽ പോലും ചാർജറിൻ്റെ ഐക്കൺ പോലും കട്ടാവും. അപ്പോൾ അതിൻ്റെ ഫുൾ പവർ ഫ്ലഷ് ചെയ്ത് കളയുന്ന ഒരു മെത്തേഡിനെ പവർ ഫ്ലഷ് എന്ന് പറയുന്നത്. അപ്പോൾ 10 സെക്കൻഡ് പവർ ബട്ടൺ ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ചെയ്ത് നോക്കിയിട്ടും ഇടയ്ക്കിടയ്ക്ക് വർക്കാവുന്നുണ്ട്. ചില സമയത്ത് വൈഫൈ തിരിച്ചു വരും, പക്ഷേ സ്റ്റിൽ നമ്മൾ പിന്നെയും എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മേ ബി ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നമുക്കിപ്പോൾ ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള വാലറൻ്റോ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വൈഫൈയുടെ ഐക്കൺ അങ്ങ് കാണാതെ പോകും. അപ്പോൾ ഇത് എനിക്ക് ഫസ്റ്റ് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ലാപ്ടോപ്പ് വാങ്ങിയ ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1 വർഷം ആയില്ല, അതിന് കുറച്ച് മുന്നേ. അപ്പോൾ അത് വാറൻറ്റി പീരീഡ് ആയിരുന്നുകൊണ്ട് ഞാൻ സർവീസ് സെൻറ്റർ തപ്പി പിടിച്ച് അവിടെ പോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ പ്രശ്നം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് 2 ഓപ്ഷൻ ഉണ്ട്, വൈഫൈ കാർഡ് മാറ്റി തരാൻ പറ്റും പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ചെക്ക് ചെയ്ത ശേഷം അവർ എന്താണെന്ന് അറിയത്തില്ല, ഇപ്പോൾ അവർ വൈഫൈ കാർഡൊന്ന് ഊരിയിട്ട് നോക്കിയോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് ഇപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രശ്നവും കാണുന്നില്ല, എന്തായിരുന്നു എനിക്ക് ശരിക്കും ഫേസ് ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്റ്റ് ആയി പോകും, പിന്നെ കണക്ട് ചെയ്യണമെങ്കിൽ കുറേ തവണ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് വൈഫൈ കാർഡ് മാറ്റിത്തരാൻ പറ്റും, നമ്മൾ വാറൻറ്റി പീരീഡിനകത്തുള്ളതല്ലേ. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞ് എന്തോ കോളും എല്ലാം നടത്തിയിട്ട് അവർ പറഞ്ഞു ഓക്കെ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫൈ കാർഡ് മാറ്റിയ ശേഷം പിന്നെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 8-9 months ഒക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ ഈ പ്രശ്നം വന്നു തുടങ്ങി. അപ്പോൾ വാറൻറ്റി പീരീഡ് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ എനിക്കാണെങ്കിൽ ഇനിയും സർവീസ് സെൻറ്ററിൽ പിടിച്ചുകൊണ്ട് പോയി അടുത്ത് ഇനിയും കാർഡ് മാറ്റേണ്ട അവസ്ഥ വരുമല്ലോ എന്നോർത്ത് ഞാൻ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ട്രബിൾ ഷൂട്ടിങ്, മറ്റേ ഡ്രൈവർ അപ്ഡേറ്റ്സും അതൊക്കെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വിൻഡോസിൻ്റെ വെർഷൻ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്ത് നോക്കി. എല്ലാ അപ്ഡേറ്റ്സും പെൻഡിങ് ആയിട്ടുള്ള എല്ലാം ചെയ്തു. അപ്പോൾ അതൊന്നും അല്ല പ്രശ്നമെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചു, മുന്നേ എൻ്റെ PC ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ റാമിന് ചെറിയ ഇഷ്യൂ വന്ന് ചിലപ്പോൾ PC ഇങ്ങനെ സ്റ്റക്കായി പോകുന്നതും ഓണാവാത്ത ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ അന്ന് സർവീസ് സെൻറ്ററിൽ ചേട്ടനെ വിളിക്കുമ്പോൾ അയാൾ വരുന്നു, റാം തുടച്ചിട്ട് ഒന്നുകൂടി ഇടുമ്പോൾ ശരിയാവുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ കുറേ നാളായി ലാപ്ടോപ്പ് വാങ്ങിച്ചു, അപ്പോൾ ഒന്ന് ക്ലീനപ്പും ചെയ്യാം, എന്നാൽ ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ വൈഫൈൻ്റെ കാർഡ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം എന്നും പറഞ്ഞ് ഞാൻ ലാപ്ടോപ്പിൻ്റെ ബാക്ക് പാനൽ തുറന്ന് ലാപ്ടോപ്പ് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ കൂടെ ഈ മീഡിയ ടെക്കിൻ്റെ വൈഫൈയുടെ ഒരു കാർഡുണ്ട് അത് ഊരിയിട്ട് അതിൻ്റെ പോർഷൻ, ആ ഒരു കണക്ടിവിറ്റി വരുന്ന പോർഷൻ ക്ലീൻ ചെയ്തിട്ട് ഇട്ട് നോക്കിയ ശേഷം മൊത്തം പ്രശ്നം സോൾവായി. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് ഇപ്പോഴും എനിക്ക് മാത്രമല്ല ആർക്കും അറിയത്തില്ല ഇതെന്താ ശരിക്കും ഒരു പ്രശ്നമെന്ന്. കാരണം ഈ ക്ലീൻ ചെയ്തിട്ട ശേഷം എനിക്ക് സെയിം ഇതേപോലെ ഒരു ഓൾമോസ്റ്റ് 10 months-ഓളം ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ പ്രശ്നമൊന്നുമില്ലാതെ ഈ ഒരു കഴിഞ്ഞ ആഴ്ച തൊട്ട് എനിക്ക് പിന്നെ ആ സെയിം ഇഷ്യൂ ഫേസ് ചെയ്യാൻ തുടങ്ങി. അതായത് വൈഫൈയുടെ കാർഡ് വൈഫൈയുടെ ഐക്കൺ സിസ്റ്റം ട്രെയിനേ മാഞ്ഞു പോകും ചില സമയത്ത്.
അപ്പം ഞാൻ ഈ കുറച്ച് ദിവസം മുന്നേ അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു. അതായത് ഓഫ് ചെയ്യുന്നു, ഓൺ ആക്കുന്നു, തിരിച്ചു വരുന്നു. വന്നു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല, യൂസ് ചെയ്യുന്ന സമയത്ത് പോകത്തില്ല. പക്ഷേ ഓൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വൈഫൈയുടെ ഐക്കൺ കാണത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും ഇനിയിപ്പോൾ ഈ പ്രശ്നം കുറച്ച് നാളായിട്ടുണ്ട്. അപ്പം ഇന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒന്ന് ലാപ്ടോപ്പ് തുറന്ന് വൈഫൈയുടെ കാർഡ് ഒന്നുകൂടെ ക്ലീൻ ചെയ്തിടാം. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന പോർഷൻ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. ലൈക്ക് എനിക്കറിയാം കുറേ പേര് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ വൈഫൈയുടെ ഇഷ്യൂ കാരണം ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള കുറേ പേരെങ്കിലും കാണും. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു ഫോളോ അലോങ് വീഡിയോ പോലെ ഇത് കണ്ടിട്ട് ഇതേപോലെ ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കൂ. മോസ്റ്റ് പ്രോബബ്ലി ഇത് വർക്കാവും. കാരണം ഞാനിപ്പോൾ ഇത് 2ാമത്തെ തവണയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം, വർക്ക് ആവുന്നോ ഇല്ലയെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന പോർഷനിലോട്ട് പോവാം. ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ലാപ്ടോപ്പിൻ്റെ ബാക്ക് പാനൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ സെറ്റുണ്ട്. അപ്പോൾ ഇതിൽ ഈ സ്റ്റാർ ടൈപ്പൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തത്. കാരണം ഇത് ഓപ്പൺ ചെയ്യാൻ അതിട്ടാണ് കുറച്ചുകൂടെ ഈസി. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് ഇതെടുക്കുക, ഇതിനകത്തോട്ട് നമുക്ക് വേണ്ട ടൂൾ ടിപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ SSDയുടെ സ്ലോട്ട് ഊരി മാറ്റണം. SSDയുടെ ഒരു കവറാണ്, അത് ഊരി വരും. എന്നിട്ട് നമ്മുടെ SSD നമുക്കിങ്ങനെ സ്ലോലി തീന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ SSD കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, ഇതാണ് നമ്മുടെ വൈഫൈ കാർഡ്. സോ ഇതിൽ കുറച്ച് വയറിംഗ് ഒക്കെ നല്ല ടൈറ്റ്ലി കപ്പിൾഡായിട്ട് വെച്ചേക്കുവാണ്. സോ സൂക്ഷിച്ച് മാറ്റണം എടുക്കുന്ന സമയത്ത്. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണോ SSD എടുത്തത് അതുപോലെ ഇതാണ് നമ്മുടെ വൈഫൈ ചിപ്പ്. ഇതിൻ്റെ ഈ ഒരു ഗോൾഡൻ ടിപ്പ് ഉണ്ടല്ലോ, ഇത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മളിത് തിരിച്ചകത്തോട്ട് വയ്ക്കണം. ഓക്കെ, ഭയങ്കര ടൈറ്റ് ആക്കില്ല, നിങ്ങൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇത് എവിടെ കറങ്ങി നിൽക്കുമോ അത്രയും ടൈറ്റ് ചെയ്യാനേ പാടുള്ളൂ. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ SSD ഇൻസേർട്ട് ചെയ്യണം. ഒരു പൊസിഷനിലാണ്, ഇങ്ങനെയല്ല, ഇങ്ങനെ. ഓക്കെ, ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി നിൽക്കും. സ്ലീവ് തിരിച്ചിടുക, ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വയ്ക്കുക, അകത്തൂടെ കയറ്റുക, അകത്ത് വയ്ക്കുക, ലോക്ക് ചെയ്യുക. ഓക്കെ, അതും ഇൻ പ്ലേസ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ തിരിച്ചെല്ലാം സ്ക്രൂ ചെയ്ത് വയ്ക്കുക, ഓണാകുക. നിങ്ങളുടെ വൈഫൈയുടെ പ്രശ്നം മാറിക്കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാം തിരിച്ച് അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. കയറി കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈയുടെ ഐക്കണും ഓപ്ഷനും എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ എത്ര ഷട്ട് ഡൗൺ ചെയ്ത് ഓൺ ചെയ്ത് തിരിച്ച് നോക്കിയാലും ഇങ്ങനെ ഈ വൈഫൈയുടെ ആ ഒരു ഇഷ്യൂ കാണത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ വൈഫൈക്ക് ഒരു പ്രശ്നമില്ല. ഞാനിത് ആക്ച്വലി ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത ശേഷം തന്നെ ഒരു 2-3 തവണ ഷട്ട് ഡൗൺ ചെയ്ത് നോക്കി, ഇതുവരെ ഒരു പ്രശ്നമില്ല. ഹോപ്പ്ഫുള്ളി ഇത് പ്രശ്നമില്ലാതെ പോകും. കാരണം ഞാൻ പറഞ്ഞില്ലേ, മുന്നത്തെ തവണ വർക്ക് ചെയ്ത സെയിം മെത്തേഡാണ് ഇപ്പോഴും ചെയ്ത് നോക്കി.
ഒരു 1 വീക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ കമൻസിൽ ഒരു അപ്ഡേറ്റ് ഇട്ടേക്കാം. ലൈക്ക് എൻ്റെ 1 വീക്ക് ശേഷം എപ്പോഴെങ്കിലും ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തായിരുന്നോ എന്നുള്ള അപ്ഡേറ്റ്സ് ഞാൻ തരാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡ്രോപ്പ് എ ലൈക്ക് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. സോ ഇതുപോലത്തെ ഇനിയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോസും അങ്ങനത്തെ എല്ലാം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ you can keep the channel subscribed. Appo thank you so much for watching. Bye.